എന്നും ഒരേപോലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബട്ടർ നാനിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഈസിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഒരുപാട് പണിയുള്ള സംഭവമാണ് ബട്ടർ നാൻ എന്നൊക്കെ. അതൊന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മൈദ വെച്ചിട്ടാണ് നമ്മളിത് കറക്റ്റ് റെസിപ്പി ചെയ്യുക കേട്ടോ. അപ്പോൾ മൈദ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ ഒരു റെസിപ്പി ഈസ്റ്റ് വെച്ചിട്ടും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈസ്റ്റിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടാവില്ല അല്ലേ. അതില്ലാതെയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത്. അതിലേക്കൊരു 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈസ്റ്റിന് പകരം 1/2 ടീസ്പൂൺ വീതം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതെല്ലാം എല്ലാ ഭാഗത്തു നിന്ന് എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തൈരും ആ ഓയിലൊന്നും ശരിക്കും മിക്സ് ആയിട്ടില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇളം ചൂട് വേണം, എന്നാൽ ഒരുപാട് ചൂട് വേണ്ട. ആ രീതിയിലുള്ള വെള്ളമാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇളം ചൂടുള്ള വെള്ളം കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നോക്കിയിട്ട് വേണം. മുഴുവനായിട്ട് ഒഴിക്കരുത്. കുറച്ച് ഒഴിച്ചിട്ട് എത്ര വേണം നമുക്കറിയാമല്ലോ. ഒരു ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഡോ എത്രത്തോളം തിക്നെസ് വേണമെന്ന്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്നവരെ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ കുഴച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു വലിയ ബോളാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കുക. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാനിത് എടുക്കുകയാണ്. അപ്പോൾ ഇത് ഈസ്റ്റൊക്കെ ചേർക്കുമ്പോൾ നന്നായിട്ട് അങ്ങ് പൊങ്ങി വരും. ഇപ്പം ഈ ഒരു ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ചേർക്കുന്നതുകൊണ്ട് പൊങ്ങി വരുമൊന്നുമില്ല, പക്ഷെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് ചെറിയൊരു മീഡിയം സൈസിലുള്ള ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഞാൻ ചെറിയ സൈസിലുള്ള ബട്ടർ നാനാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് രാവിലെ നേരത്തെ തയ്യാറാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി മാവ് റെഡിയാക്കിയിട്ട് പുറത്തന്നെ വെച്ചാൽ മതി. അങ്ങനെ വെച്ചാലും മതി കേട്ടോ. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദ എടുത്തിട്ട് ആദ്യം ഇതാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. ഇതിന് പിന്നെ ഷേപ്പ് ഉണ്ടാവില്ലല്ലോ. നമ്മുടെ ബട്ടർ നാനിൻ്റെ ഷേപ്പ് പറഞ്ഞാൽ കറക്റ്റ് റൗണ്ടൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. എങ്ങനെ ആയാലും ടേസ്റ്റ് ഒന്നും തന്നെ ആയിരിക്കുമല്ലോ. അപ്പം കുറച്ച് നീളത്തിലൊക്കെ ആയിരിക്കുമല്ലേ ബട്ടർ നാൻ ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എള്ളും അതുപോലെ തന്നെ മല്ലിയില കൂടി വെച്ച് കൊടുക്കുന്നത്. നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് അത് അവിടെ പറ്റി പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് നൈസായിട്ട് പരത്തണമെന്നൊന്നുമില്ല. കുറച്ചൊക്കെ എന്താ പറയുക, ചപ്പാത്തിലാറ് കുറച്ച് കട്ടി ഉണ്ടായാൽ നമ്മുടെ ഈ ഒരു ബട്ടർ നാൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് 2 മെത്തേഡിൽ ചുട്ട് കാണിക്കുന്നുണ്ട്. സാധാരണ ശരിക്കും ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇരുമ്പ് ചട്ടിയിലാണ് ചുട്ടെടുക്കുക. ഇരുമ്പ് ചട്ടിയിൽ ഒരു ഭാഗത്ത് ഇതുപോലെ വെള്ളം ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഇരുമ്പ് ചട്ടിയിൽ ചുട്ടെടുക്കുന്ന മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. പക്ഷെ നമുക്ക് ഒന്നുകൂടെ കംഫർട്ടും നല്ല നമുക്ക് പേടിയില്ലാണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനുള്ളത് നോൺ സ്റ്റിക്കിൽ തന്നെയാണ്. അപ്പോൾ 2 മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇരുമ്പ് ചട്ടി ഞാൻ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചട്ടി നല്ല ചൂട് വേണം. എന്നിട്ട് നമ്മൾ വെള്ളം സ്പ്രെഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം വേണം ഈ ഒരു ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതങ്ങനെ ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് മെല്ലെ അങ്ങ് കമിഴ്ത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാണ്ടോ ഇതുപോലെ ആ ഒരു ഭാഗം ഇങ്ങനെ കരിഞ്ഞ പോലെ ഇങ്ങനെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ ഉണ്ടാവുമല്ലോ, അതുപോലെ വരുന്ന വരെ നമുക്ക് അതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ശരിക്കും ഇതിൻ്റെ മെത്തേഡ് കേട്ടോ, ചുട്ടെടുക്കുന്ന മെത്തേഡ്. കണ്ടോ? പക്ഷേ ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുമ്പോൾ അടിഭാഗം കണ്ടോ കുറച്ചൊക്കെ കളർ കൂടുതലായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്നെസ്സും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കറക്റ്റ് സോഫ്റ്റ്നെസ് ആയിട്ടും കിട്ടൂല. അപ്പോൾ അതിലേറെയൊക്കെ നമുക്ക് ഏറ്റവും നല്ലത് നോൺ സ്റ്റിക്കിൻ്റെ തവ തന്നെയാണ്. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ തവ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് പിന്നെ വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കൊന്നും വേണ്ട കേട്ടോ. നേരെ നമ്മൾ
പരത്തിയിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ബബിൾസ് വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കില്ല, ആ രീതിയിൽ അങ്ങ് ചുട്ടെടുത്താൽ മതി. 3 തവണയൊക്കെ ആയിട്ട് മറിച്ചിട്ട് അങ്ങ് ചുട്ടെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ സൈഡും കുറച്ച് സമയം ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ കണ്ടോ, ആ ഒരു നല്ല ഭംഗിയുള്ള കളറൊക്കെ ആയിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ പൊങ്ങി വരികയും ചെയ്യും. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിന്മേൽ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ലാസ്റ്റാണ് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടെന്ന്. ഞാൻ കാണിച്ചു തരേണ്ട എത്രത്തോളം സോഫ്റ്റായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് എന്ന്. എന്നിട്ട് ഇത് ഞാനെല്ലാം ചുട്ടെടുത്ത ശേഷമാണ് ഞാൻ ബട്ടർ അപ്ലൈ ചെയ്യുന്നത്. ബട്ടർ കഴിക്കുന്ന സമയത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബട്ടർ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ്. ചൂടോടുകൂടെ ആണെങ്കിൽ മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചൂടോടുകൂടെ ആ ചട്ടിയിലിട്ടിട്ട് തന്നെ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റായിട്ടാണ് ഇത് ഇരിക്കുന്നതെന്ന്. കണ്ടത് ഇങ്ങനെ നോക്കുന്ന സമയത്തിന് നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ് എന്നുള്ളത്. കട്ട് ചെയ്യുമ്പം ഉൾഭാഗമൊക്കെ നമുക്കൊരു ബ്രെഡിൻ്റെ ഒക്കെ ആ ഒരു സ്ട്രക്ചറിൽ കണ്ടോ ഇതുപോലെ ഇരിക്കും. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത് ചെയ്ത് അതേപോലെ തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോസ് FBയിലാണ് കാണണമെങ്കിൽ FB ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്